കേരളത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരാളാണല്ലോ. അതെ, അത്യാവശ്യം നമ്മുടെ കോർപ്പറേഷൻ ഓഫീസ് ഇരിക്കുന്നത് പാളയം വാർഡിലാണ്. അതെ അതെ, മ്യൂസിയത്തിന് എതിർവശം. അപ്പം നമ്മുടെ നിയമസഭാ മന്ത്രി ഇരിക്കുന്ന PMGയിലാണ്. അതെ അതെ. ആ ദൂരം എത്രയുണ്ട്? അതൊരു 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ വളരെ കുറഞ്ഞ ദൂരമാണ്. കാരണം ഈ തദ്ദേശ അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ കരുതി വേറെന്തോ. 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ വളരെ കുറഞ്ഞ ദൂരമാണ്. ഞങ്ങൾ ഇനി എവിടെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊരു സംഘടനാ തലത്തിലാണോ അതോ ഭരണതലത്തിലാണോ ആര്യ എന്ന വ്യക്തിയെ ഞങ്ങൾ അത്രയും മിടുക്കിയായ ഒരാളെ പ്രതീക്ഷിക്കേണ്ടതല്ല? അതാ ഞാൻ ആ ദൂരം ചോദിച്ചത്. ഞാൻ ശരിക്കും അങ്ങനെ എന്റെ അഭിപ്രായത്തിൽ എവിടെയും പ്രതീക്ഷിക്കരുത്. എന്താണ് നാളെ വരുന്നതെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഞങ്ങൾ ശീലിച്ചു വന്ന രാഷ്ട്രീയത്തിൽ. കാരണം നമ്മൾ കാണേണ്ടത് നമ്മുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോ പൊസിഷനിലെത്തുമ്പോൾ ഒന്നുമാകാൻ പറ്റാത്ത ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ കഷ്ടപ്പാടാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളെല്ലാം. സൗകര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഒഫീഷ്യൽ പദവികളെല്ലാം. അപ്പൊ നാളെ അങ്ങനെയുള്ള പുതിയ ആളുകളെയൊക്കെ വാർത്തെടുക്കുക എന്ന ചുമതലയാണ്, എന്ത് ചുമതലയാണോ പാർട്ടി തരുന്നത്. ഞാൻ അതിന് പോലും നമ്മുടെ സമൂഹത്തിൽ ട്രോളാൻ ആളുകളുണ്ട്. മേയറിന് സീറ്റ് കൊടുത്തില്ല. ചില മാധ്യമങ്ങളുടെ ഹെഡിങ് തന്നെ മേയറിന് സീറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് ഒഴിവാക്കി. ഞാൻ ചോദിക്കുന്നത് എനിക്കതിലൊരു ഞാനതിൽ ഒരിക്കലും നാളെ എന്താണ് എന്ന് ആലോചിച്ച് വറി ചെയ്യുന്ന ഒരാളെയല്ല. അതിന് കാരണം ഞാനിവിടെ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യം. അത് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി പറയുകയാണ് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന ചുമതല വഹിക്കണം. നാളെ ചിലപ്പോൾ ഒരു ചുമതലയും ഉണ്ടാവാതിരിക്കാം. ഏത് സാഹചര്യത്തിലാണോ പാർട്ടി ചുമതലപ്പെടുത്തുന്നത് ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും പാർലമെന്ററി രംഗത്ത് നിൽക്കുകയും മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തക എന്നുള്ള നിലയിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. ഇതാരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ ഒരു ശീലിപ്പിച്ചിട്ടോ വന്നൊരു കാഴ്ചപ്പാടല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫാമിലിയൊക്കെ ഈ പാർട്ടിയുടെ ഭാഗമാണ്. അച്ഛനൊക്കെ ഞാൻ ജനിക്കുമ്പോഴേ പാർട്ടി മെമ്പറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ നാളെ എന്തെങ്കിലും ആകാം എന്ന് കരുതി പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങളാരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സംസാരത്തിൽ ഏറ്റവും ഞാൻ കംഫർട്ടബിൾ ആയി തോന്നുന്നത് ഇന്നാണ് എന്ന് എനിക്കറിയാം. അതിന്റെ കാരണം എന്താ, എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ വറി ചെയ്യേണ്ട ആളല്ല, അങ്ങനെ വറി ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന് ആത്മവിശ്വാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബാറ്റൺ കൈമാറുകയാണ്. അപ്പൊ എന്റെ ആത്മവിശ്വാസത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഞാനിവിടെ ഇവിടെ ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ലല്ലോ. എന്റെ ആത്മവിശ്വാസം ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു, അത് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ തീർച്ചയായും അത് സ്വീകരിക്കുമെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു BJPയുടെ വാർഡ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് 55ആയി. ബേബി പരിവേഷം ഉണ്ടല്ലോ, അത് താങ്കൾക്ക് മാറിയെന്നും താങ്കൾ അത്ര ചില്ലറക്കാരി അല്ല എന്നും അവർക്ക് തോന്നിയ ഒരു നിമിഷം നമുക്കൊരു ആർജവം വന്നതാണല്ലോ. അത് എപ്പോഴായിരുന്നു ഓർക്കുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും ആദ്യത്തെ കൗൺസിൽ എനിക്ക് ഒരു കൗൺസിലറുമായിട്ടുള്ള ഒരു തർക്കം. ആ തർക്കത്തിലാണ് വാക്കുകൾ എങ്ങനെയായിരുന്നു LKG കുട്ടി എന്നൊക്കെ പറഞ്ഞത്. ഞാനത് ശരിക്കും രാഷ്ട്രീയമായി തന്നെ കാണുന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി ഒരു വിമർശനം ഉന്നയിക്കേണ്ടത് അങ്ങനെയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. നമുക്ക് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടോട് നമുക്ക് വിമർശനം കാണാം. BJPക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരിക്കലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കേണ്ടത്, അവരോട് വിമർശനം ഉന്നയിക്കേണ്ടത് ഇത്തരത്തിലല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. അതിൽ ഞാൻ കാണുന്ന ഇപ്പൊ 5 വർഷം മുൻപുള്ള കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കേ, ഇപ്പൊ കോൺഗ്രസും BJPയും യുവജനങ്ങളെ മത്സരിപ്പിക്കാൻ വേണ്ടി മത്സരമാണ്. അപ്പോ പരസ്യമായി അല്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ ഈ മോഡൽ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഇതിൽ യാഥാർത്ഥ്യം. അതെ, നമ്മുടെ വിജയം അല്ല, ആര്യയുടെ വിജയമല്ല, അത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ്. ആര്യക്ക് വ്യക്തിപരമായി അങ്ങനെ ഒരു ആര്യ കാത്തു സൂക്ഷിക്കുകയും ആ മോഡൽ ആർക്ക് വേണമെങ്കിൽ. അത് ആര്യ മാത്രമല്ല, ഇപ്പോ അരുവാപ്പുലം പഞ്ചായത്തിലെ രേഷ്മയാകട്ടെ, ഒളവണ്ണയിലെ ശാരദയാകട്ടെ തുടങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവതരിപ്പിച്ച, സംസ്ഥാനത്തുടനീളം അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളിൽ വലിയ ഒരു ശതമാനം യുവജനങ്ങളാണ് എന്നുള്ളതാണ്. ആ മോഡലുകളൊക്കെയാണ് ഇപ്പോൾ ആര്യയും രേഷ്മയും ശാരദയും ഒക്കെ ചേരുന്ന. നമ്മുടെ മുൻപ് കണ്ടിരുന്ന സാരി ഉടുത്ത കോട്ടൺ സാരി ഉടുത്തായി വന്നിരുന്ന മേയർമാരിൽ നിന്ന് മാറി ഒരു കാഷ്വൽ ചുരിദാറോ കാഷ്വൽ വെയറോ ഒക്കെ ഇട്ട് ഇറങ്ങുന്ന ഒരു മേയറെ നമ്മൾ കണ്ടു. അത് ഡ്രസ്സിങ്ങിന് മാത്രമല്ല, ചിന്തയിലും ആശയപരമായും ഒക്കെ അതുണ്ട് എന്നുള്ളത് തെളിയിച്ചാണ്. അങ്ങനെ തോന്നിയിരുന്നു ആദ്യം വന്നിറങ്ങിയപ്പോ ഞാൻ എന്ത് ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം? അങ്ങനെയൊന്നുമില്ല. ശ്രദ്ധിക്കുന്ന ആളല്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു? അതോ ഇത്രയും ചുമതലകൾ വന്നപ്പോ നമ്മൾ മാറിയതാണോ? അല്ല, നേരത്തെ ഞാൻ ഇപ്പോഴുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് നേരത്തെ ഇടുന്നത്. പക്ഷെ എനിക്ക്
ഈ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ജീവിത സാഹചര്യം. ഈ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോ നമ്മൾ സാധാരണ നമുക്കൊരു ഒഫീഷ്യൽ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നല്ല ഡ്രസ്സൊന്നും ഉണ്ടാവണമെന്നില്ല, ഒരു സാധാരണ ഡ്രസ്സായിരിക്കും. ഇന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ കരമന ഹരിസാവ്, എല്ലാവർക്കും അറിയാം. കരമന ഹരിസാവ് ഞാൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തലേ ദിവസം, അദ്ദേഹം കരമനയാണ്, അപ്പൊ അച്ഛനുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ചെറുപ്പം മുതലേ. അപ്പൊ എന്നോട് അദ്ദേഹത്തിന്റെ മകളെ പോലെയാണ്, 2 പെൺകുട്ടികളാണ്, എന്നെയും അതുപോലെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ എന്നെ വഴക്കുപറയും ശകാരിക്കും ഒക്കെ ചെയ്യും ചെറുതിലെ. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം തലേ ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നാളെ സത്യപ്രതിജ്ഞയില്ലേ, ഇതാൻ ഡ്രസ്സ് വല്ലതും ഉണ്ടോ? എന്നെ കൈയോടെ പിടിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സ്ഥലത്ത് നിന്ന് തുന്നിത്തന്ന വസ്ത്രമാണ് ഞാൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആദ്യമായി ഇടുന്ന എന്റെ വസ്ത്രം. അത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ലായിരുന്നു എന്തിടണം എന്നുള്ള കാര്യം? ഞാൻ ഡിസിഷൻ എടുത്തിരുന്നില്ല സത്യത്തിൽ. ഞാൻ ഉള്ളത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ എന്റെ പൊതുവേലുള്ള ലുക്കിൽ തന്നെ മനസ്സിലായി. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് പുറകോട്ടാണ്. കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചതൊക്കെ. അപ്പൊ കുറച്ച് ആ രീതികൾ ഫോളോ ചെയ്ത് അത്തരം കാര്യങ്ങളിൽ സിമ്പിളായിട്ട്, അത് ബോധപൂർവമായതല്ല, പഠിച്ചു വന്ന സാഹചര്യത്തിൽ അങ്ങനെ ആയതാണ്. വിവാഹത്തിലേക്ക് വന്നപ്പോ എല്ലാവരും നോക്കി മേയറിനി ഒരുങ്ങുമോ, അവിടെ അതായിരുന്നു മേയറുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ജിജ്ഞാസ, ഒരു കൗതുകമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അല്ല, ഞാൻ ഈ ഭാഗികമായി കാണുന്ന സൗന്ദര്യത്തിൽ വിശ്വസിച്ച്, അതായത് പുറമേ കാണുന്ന ഒരു സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം എന്റെ ജീവിത പങ്കാളിയും അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നത് തെറ്റുന്നല്ല, പക്ഷെ നമ്മൾ എന്താണോ കംഫർട്ടബിൾ ചെയ്താലും എന്നാലും ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പം രണ്ടുപേരുടെ ഒരുപോലെ ആയിരുന്നോ? ഇതൊന്നും ഇഷ്ടങ്ങളിലോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയും. ഒരുപോലത്തെ ഇഷ്ടങ്ങളാവണമെന്നില്ല. തമാശയുടെ കാര്യത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സച്ചേട്ടൻ കുറച്ചും കൂടെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് അങ്ങനെ തമാശ പറഞ്ഞാൽ ഇല്ല. ഇപ്പോഴത്തെ പുതിയ സിനിമയൊക്കെ കാണുമ്പോഴും തമാശ കാണുമ്പോൾ പറയും, എനിക്ക് പഴയ ജഗതി ചേട്ടന്റെ ഒക്കെ തമാശയാണ് ഇഷ്ടം എന്ന് പറയും. അത് തെറ്റൊന്നല്ല. പക്ഷെ എന്നാലും ഞാനിപ്പോ ഇപ്പോഴത്തെ എന്ത് സാഹചര്യമാണോ അതിൽ അഡ്ജസ്റ്റഡ് ആയി പോകുന്നത്. ചിരിക്കും. ഞാൻ പരമാവധി ചിരിക്കും. ഏത് കുറച്ച് ചിലയിടത്തല്ല, കുറച്ചും കൂടി റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കുറച്ചുകൂടി പാവമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരുന്ന ആളാണ്. കുറച്ചുകൂടി ഞാൻ പെട്ടെന്ന് ചേർന്ന് ദേഷ്യം വരുന്നത് പതുക്കെയാണ്. പക്ഷെ പോകാൻ കുറച്ച് സമയം അങ്ങനെ ദേഷ്യപ്പെടേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ല, എത്തിയിട്ടില്ല. ശരി, അപ്പൊ ഇനി എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. എപ്പോഴും മേയർക്ക് ചുറ്റും ആളുകളെ കാണാം. ഇപ്പോഴും മേയറെ കാണാൻ വേണ്ടി കുറച്ച് പേരിവിടെ ഉണ്ട്. നമ്മുടെ കുടുംബശ്രീയുടെ മാർക്കറ്റിംഗ്, അതെ, അവരുടെ പേര് പോലെ തന്നെ അവർക്ക് പറ്റും തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്തൊക്കെയോ ഒക്കെ സംസാരിക്കാനുണ്ട് മേയറോട്. നമ്മള് കുടുംബശ്രീ CDS 1-ന്റെ 25 വാർഡുമായിട്ട് ചേർന്നിട്ട് CDSന്റെ സഹായത്തോടെയും കുടുംബശ്രീ സംരംഭങ്ങളും 10 പേര് ചേർന്നിട്ട് ഒരു സംരംഭം ആരംഭിക്കും. ഒരൊറ്റ മിനിറ്റ്, ഇതിന്റെ ഇടയിൽ ഞാൻ ഇടപെടുകയാണ്. ഇതും ഒരു ഇടതുപക്ഷ മോഡലാണ്. വിജയിച്ച, അതെ അതെ. അപ്പൊ കുടുംബശ്രീ ഒരുപാട് നമുക്ക് തിരുവനന്തപുരം വിവിധ വാർഡുകൾ, 25 വാർഡിന്റെ ഏരിയ സ്ഥലത്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. കുറഞ്ഞ ശതമാനം പ്രാവശ്യം പറ്റിയിട്ട് നമ്മുടെ കൃഷിയിൽ നിന്ന് ഒരു കുടുംബശ്രീ അംഗത്തിന് മാസത്തിലൊരിക്കൽ ഒരു നമ്മള് പല സസ്റ്റൈനബിൾ മോഡലിനെ പറ്റി നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കുടുംബശ്രീയുടെ രൂപീകരണമൊക്കെ നമുക്കറിയാം. രൂപീകരണത്തിന് ശേഷം കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടി എടുത്ത തീരുമാനങ്ങളൊക്കെ നമുക്കറിയാം. വലിയ സമരമൊക്കെ നടന്ന ഞാൻ ചെറുതാണ്, ഞങ്ങളൊക്കെ എന്നല്ല, ഞാൻ ചെറുതാണ്. അപ്പോൾ എങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഞാൻ അഭിമാനത്തോടു കൂടി കാണുന്നത് ഈ ചേച്ചിമാര്, ഇവര് കുറെ ആളുകളെ റെപ്രസെന്റ് ചെയ്തിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്.